അപ്പോൾ തുടക്കം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കിടിലൻ പടം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഡീസൻറ്റ് പടം ആകണ്ടിരുന്ന സാധനത്തെ മോഹൻലാൽ ക്യാമിയോ ചെയ്ത് ഒരു ആവറേജ് പടാക്കി തന്നിട്ടുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷെ പിന്നീട് പടത്തിൻ്റെ ഫ്ലോ പോയി. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ അങ്ങനെ വലിയ സ്പോയിലറൊന്നും ഇല്ലെങ്കിൽ കൂടി കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പടം കണ്ടിട്ട് വന്നിട്ട് വീഡിയോ കണ്ടാൽ മതി. ഫോർ മീ എപ്പോൾ മോഹൻലാലിൻ്റെ സീൻ വന്നോ അപ്പോൾ തൊട്ട് എനിക്ക് പടത്തിൽ നിന്നുള്ള കണക്ഷൻ പോയി. അതിന് കാരണം അതുവരെ സായികുമാറിൻ്റെ മോളായിട്ട് കണ്ട നമ്മുടെ നായികേനെ പിന്നെ എനിക്ക് മോഹൻലാലിൻ്റെ മകളായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം അത്തരത്തിൽ ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെയാണ് മോഹൻലാലിന് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതോടുകൂടി നമ്മുടെ നായികയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു ആൻസൈറ്റി ഒന്നും എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. പടത്തിൽ നമ്മുടെ നായിക ഒരു ഫൈറ്റർ ആണെന്നൊക്കെ എന്തോ വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ പ്രമോഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇടിപ്പടമാണെന്ന്. സത്യത്തിൽ ഇതേ ചാനലിൽ ഈ പടം അനൗൺസ് ചെയ്തതിന് പിന്നാലെ ഞാൻ തന്നെ ഇറങ്ങാൻ പോകുന്നത് ഒരു ഇടിപ്പടമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ഒരു ഫൺ മോഡിൽ പോകുന്ന ഇടിപ്പടമെന്നാണ്. പക്ഷേ ആക്ച്വലി ഈ പടത്തിൽ അങ്ങനെ ഫണ്ണൊന്നുമില്ല, സീരിയസ് മോഡാണ്. ഇടക്ക് വില്ലന്മാരുടെ സൈഡിൽ നിന്നുള്ള ചില ഡയലോഗൊക്കെ ഒഴിച്ചാൽ അങ്ങനെ കോമഡി ഒന്നും ഈ പടത്തിലില്ല. ടൈറ്റിൽ കാർഡിൽ തന്നെ ഇതൊരു ഇടിപ്പടമാണെന്നുള്ള ഹിൻഡ് കൊടുത്തിട്ട് പടത്തിൽ നായിക ഫൈറ്റർ ആണെന്നുള്ളത് വലിയൊരു ട്വിസ്റ്റ് പോലെ കാണിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ല. പടത്തിൽ അങ്ങനെ വലിയ ട്വിസ്റ്റോ സർപ്രൈസസോ ഒന്നുമില്ല. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലും അത്ര വലിയ സംഭവമൊന്നുമില്ല. കൊള്ളാമെന്ന് പറയാവുന്നത് കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസ് ആണ്. മൊത്തത്തിൽ ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ പടമല്ല. ആക്ച്വലി ഇത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഫാമിലിക്കും ലാലേട്ടൻ്റെ ഫാമിലിക്കും കണ്ട് പുളകം കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയ പടമാണ്. ഇത് കാണുമ്പോഴാണ് എനിക്ക് മമ്മൂട്ടിയോട് കൂടുതൽ ബഹുമാനം തോന്നുന്നത്. കാരണം ദുൽഖറിൻ്റെ ആദ്യത്തെ പടമായ സെക്കൻഡ് ഷോയ്ക്ക് മമ്മൂട്ടി ചെയർമാനായിരുന്ന കൈരളി ടി വിയിലൊക്കെ ഒത്തിരി പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇതുവരെ മമ്മൂട്ടി ദുൽഖറിൻ്റെ ഒരു പടത്തിലും വെറുതെ ക്യാമിയോ എന്ന പേരിൽ വെറുപ്പിച്ചിട്ടില്ല.